ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. പക്ഷേ പുതിയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ഇരുന്ന പ്രസിഡന്റ് ജെ.പി. നദ്ദ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. വളരെ വലിയ തന്ത്രശാലിയായിരുന്നു അദ്ദേഹം. ബി.ജെ.പിയെ ഒരുപക്ഷെ അമിത്ഷായാണ് ഒരു ഹൈപ്പ് കൊടുത്തത്. പക്ഷെ അതിനേക്കാൾ വലിയ ഹൈപ്പിലേക്ക് ഇന്ത്യ മുഴുവൻ ബി.ജെ.പിയെ കൊണ്ടുപോകുന്നതിന് വളരെ നിശബ്ദമായി ഒരു ബഹളമില്ലാതെ, എന്നാൽ കിങ് ആണെന്നുള്ള ഒരു ലൈനൊന്നുമില്ലാതെ, ബി.ജെ.പിയുടെ പ്രസിഡന്റ് ആണെന്നുള്ളൊരു ലൈൻ, അങ്ങനെ ഒരു അധികാര ലൈനൊന്നും ഇല്ലാതെ തന്നെ വളരെ നിശബ്ദമായി ബി.ജെ.പിയെ നയിച്ചു. പക്ഷെ സീനിയർ നേതാവാണ്. താരതമ്യേന ജൂനിയറായി വന്നിരുന്നത് അമിത്ഷായാണ്. അമിത്ഷാ 50+ അമിത്ഷാക്ക് പ്രസിഡന്റ് ആകാൻ പറ്റി. പക്ഷെ നേരത്തെ ഉള്ളവരെല്ലാം വാജ്പേയി, അദ്വാനി ഇവരല്ല. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന നിതിൻ നബിൻ എന്ന് പറയുന്ന ബീഹാറിലുള്ള ഒരു വ്യക്തിയാണ് വന്നിരിക്കുന്നത്. 1980 മെയ് മാസം 23 റാഞ്ചി, അതേ പഴയ ബീഹാർ, ഇപ്പോഴത്തെ ജാർഖണ്ഡാണ്, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. 45-46, 80 ആകുമ്പോൾ 45-46 വയസ്സിന്റെ കഥയേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ നയതന്ത്ര രൂപീകരണ സമിതികളിൽ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നു, സ്ട്രാറ്റജിക് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നബിൻ കിഷോർ പ്രസാദ് സിന്ധ എന്ന് പറയുന്ന ബി.ജെ.പി. നേതാവിന്റെ മകനാണ്. അപ്പോൾ ഒരു കുടുംബ പാരമ്പര്യം കിടപ്പുണ്ട്. അതുപോലെ തന്നെ മീര സിന്ധ എന്നാണ് അമ്മയുടെ പേര്. ഡോക്ടർ ദീപ്മാല ശ്രീവാസ്തവ ആണ് ഭാര്യ. അതുപോലെ തന്നെ പട്നയിലാണ്, ഇപ്പൊ ബീഹാറിന്റെ തലസ്ഥാനമായുള്ള പട്നയിലാണ് താമസം. 2006 ബൈ ഇലക്ഷനിലാണ് പട്ന വെസ്റ്റിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു, 2006. അപ്പൊ 2006 അദ്ദേഹത്തിന് എത്ര വയസ്സേ ഉള്ളൂ? 80, 20, 2026 വയസ്സിൽ അദ്ദേഹം MLA ആയി എന്നുള്ളതാണ്. പിന്നെ 2010, 15, 20, 25 ബംഗിപ്പൂർ നിയോജകമണ്ഡലത്തിൽ 5 തവണ അദ്ദേഹം നിയമസഭാംഗമായി. അപ്പോൾ എത്ര ചെറിയ പ്രായത്തിലെ അദ്ദേഹം ആരംഭിച്ചു. എല്ലാം കൂടി 6-7 തവണ MLA ആയി, മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ബീഹാറിലെ ഏറ്റവും വളരെ ചലനാത്മകമായിട്ടുള്ള മന്ത്രി റോഡ് കൺസ്ട്രക്ഷന്റെ വകുപ്പിലിരുന്നു. നഗരവികസനവും ഹൗസിംഗും ഇടുന്നു. നിയമവും നീതിന്യായ വകുപ്പ്, നീതിയും എന്ന വകുപ്പിലും ഇരുന്നു. അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ പ്രധാനം, അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി.ജെ.പിയുടെ യുവജന വിഭാഗം യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി. അപ്പൊ ഡൽഹി രാഷ്ട്രീയവും ആശാന് വശമുണ്ട്. ബീഹാറിൽ ജനിച്ച് ഡൽഹി രാഷ്ട്രീയവും വശമുണ്ട്. ഞാനീ പറഞ്ഞല്ലോ, ബീഹാറിലെ ഒരു വെറ്ററനായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നേതാവിന്റെ ബി.ജെ.പി. നേതാവിന്റെ മകനാണ് ജനിച്ചത്. അപ്പൊ കുടുംബ പാരമ്പര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ യുവമോർച്ചയുടെ ബീഹാറിലെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ രാജ്യത്ത് നിലവിലുള്ള ഒരുപാട് സംഘടനകളുടെ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളുടെയൊക്കെ നേതൃത്വ സ്ഥാനത്തിരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. 45-45 വയസ്സിലാണ്, 46 എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2026 ആയിട്ടേ ഉള്ളൂ, വയസ്സിലാണ് അദ്ദേഹം നേതാവാകുന്നത്. അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു യുവ നേതാവാണ്. രസകരമായൊരു കാര്യം, വയസ്സ് 45. ശരാശരി 80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുമെങ്കിൽ ഇനി 35 വർഷം അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാവും. 80 ആവറേജ് എങ്കിൽ, കൂടുതൽ പൊളിറ്റിക്കൽ ലീഡർമാർക്കെല്ലാം വയസ്സ് കൂടുതലാണ്, ജീവിച്ചിരിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 90 അദ്വാനിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അറിയാൻ പറ്റില്ല വാജ്പേയിയൊക്കെ എത്ര വയസ്സാണ് പോയത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാളത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വലിയ ഒരു നേട്ടമാക്കി കൊടുക്കും. പക്ഷെ ബി.ജെ.പി. മാത്രമാണ് ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ആളുകളെ വളർത്തിയെടുത്തു കൊണ്ടുവരുന്ന ഒരു രീതിശാസ്ത്രം കാണുന്നത്. വളരെ ചെറിയ, പക്ഷേ CPM-ഉം ആ ചില കാര്യത്തിൽ മോശമല്ല. പ്രകാശ് കാരാട്ടിനെയും അതുപോലെ തന്നെ സീതാറാം യെച്ചൂരിയെയും വളരെ ചെറിയ പ്രായത്തിലെ JNU, പക്ഷെ അന്നൊരു EMS ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാന കാര്യം. EMS-ന്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു. 2 കൂട്ടരെയും JNU നിന്ന് കൊണ്ടുവന്ന് അവർ രണ്ടുപേരെയും വളർത്തിക്കൊണ്ടുവന്നു. സീതാറാം യെച്ചൂരി മരിച്ചുപോയി, പ്രകാശ് കാരാട്ട് ഇപ്പോൾ ഉണ്ട്. അവരെ പക്ഷെ വളർത്തിക്കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ അതൊക്കെ അപൂർവമായി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ദേശീയ പ്രസിഡന്റായി 20-ന് ഇന്ന് ചുമതലയെടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തെ വളരെ കൃത്യമായ ഒരു ഹൈപ്പ് ബി.ജെ.പി. കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ ടെക്നോക്രാറ്റിനാണ് കൊണ്ടുവച്ചത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമോ വയസ്സോ അല്ലെങ്കിൽ അനുഭവ സമ്പത്തോ ഒക്കെ ഇതിനൊക്കെ പുറമെ കൂടുതൽ ഡൈനാമിക് ആയിട്ടുള്ള ആരെ വച്ചാലാണ് കൂടുതൽ കയറി വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സംഘപരിവാർ ബന്ധം കാണുന്നില്ല. സീരിയസ് ആയിട്ട് ഒരു RSSകാരനായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ചെറിയ പ്രായത്തിലെ അദ്ദേഹത്തിന് MLA ആവാൻ അവസരം കിട്ടി. 26 വയസ്സിലെ MLA ആവാൻ അവസരം കിട്ടി. അതിനുശേഷം തുടർച്ചയായി MLA ആണ്, 4-5 പ്രാവശ്യമായിട്ട് MLA ആണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലേക്കുള്ള സംഘപ്രവർത്തനത്തിനൊക്കെ പോയിട്ടുണ്ടോ എന്നറിയില്ല. അത് ഇനിയിപ്പോൾ ബീഹാറിലാണ്, നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം, ബി.ജെ.പിയുടെ
ദേശീയ പ്രസിഡന്റായിട്ട് ഒരു തലമുറ മാറ്റത്തിൽ ഒരാൾ വന്നിരിക്കുന്നു. നമ്മൾ അദ്ദേഹം രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള ഘടനയിലാണ് വന്ന പ്രസിഡന്റിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പുതിയ പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ BJPയുടെ പുതിയൊരു പ്രസിഡന്റാണ് വന്നിരിക്കുന്നത്. അത് ഇപ്പം JB നദ്ദയെ പോലെ, JB നദ്ദയൊക്കെ വളരെ കർക്കശം എന്ന് പറഞ്ഞാൽ ചൂടാവലല്ല, വളരെ 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 ഡൈനാമിക് ആയിട്ടുള്ള ലീഡറായിരുന്നു. BJPയെ അതിൻ്റെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കൃത്യമായ ഒരു പക്ഷേ ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ തിരഞ്ഞെടുപ്പിനൊക്കെ വരുമായിരിക്കും. ചെറുപ്പമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. പക്ഷെ ചെറുപ്പമായിരിക്കുമ്പോഴും വലിയ അനുഭവ സമ്പത്തുണ്ട്. 20-25 വർഷത്തെ MLA അനുഭവ സമ്പത്ത്, ദേശീയ തലത്തിൽ പോയി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്ത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് BJPയുടെ ദേശീയ തലത്തിൽ ഇനി രാജ്യത്തെ BJPയെ നയിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഒരു നേതാവാണ്. നിതിൻ നബിൻ എന്നാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ, നിതിൻ നബിനാണ്. അപ്പം അതേസമയം നമ്മൾ മനസ്സിലാക്കുക, നിതിൻ ഗഡ്കരി ഉണ്ട്. ഇതുപോലെ കിടക്കുന്ന മറ്റൊരു നേതാവാണ് ഫട്നാവിസ്. നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള ഫട്നാവിസും വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ പിന്നെ ബോംബെയിൽ പിന്നെ BMCയിൽ പിന്നെ ബ്രിഹാൻ ബോംബെ മുനിസിപ്പാലിറ്റിയിൽ വലിയ ഭൂരിപക്ഷമൊക്കെ ഉണ്ടാക്കി, വലിയ മാറ്റം ഉണ്ടാക്കി. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ നേതാക്കൾ ഉണ്ടായി വരുന്നു രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിനാണെങ്കിൽ നേരത്തെ 2 പേർ മത്സരിച്ചു. മല്ലികാർജുന ഖാർഗെ ആയാലും ശശി തരൂരായാലും വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളായിരുന്നു. പക്ഷേ ജൂനിയർ നേതാക്കൾ രാഹുൽ ഗാന്ധി ഉണ്ട്. രാഹുൽ ഗാന്ധി പക്ഷേ ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. അല്ലാതെ പുറത്തുനിന്നുള്ള ആളുകൾ വളരെ ജൂനിയറല്ല, ഒരു മധ്യവയസ്സിലുള്ള ആളുകൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ പല പാർട്ടികളിലും വരുന്നില്ല. എല്ലാവരും 60+ അല്ലെങ്കിൽ പിന്നെ 70+ ഒക്കെയാണ് വരുന്നത്. അവിടെയാണ് ഒരു 45+ലുള്ള ഒരാൾ, പ്ലസ് എന്ന് പറയാൻ ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ, 45 ആയിട്ടുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ വരുന്നു. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ നാളെ ഇവിടുത്തെ പ്രസിഡന്റ് ആരാകണം, പ്രധാനമന്ത്രി ആരാകണം, ഓരോ സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരാകണം, ഇങ്ങനെ തുടങ്ങി കോർ കമ്മിറ്റി, BJPയുടെ കോർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളാണല്ലോ. അപ്പോൾ ഇദ്ദേഹമായിരിക്കും ഇനി വളരെ പ്രധാനമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ തിരിക്കുന്നത്. അടുത്ത ഒരു 10-30 വർഷക്കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വലിയ ഒരു സ്റ്റിയറിംഗ് ഇരിക്കുന്നത് ഈ 45-കാരനായ ബീഹാറിലാണ് എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഉത്തർപ്രദേശും രാജസ്ഥാനും മധ്യപ്രദേശും അടക്കമുള്ള വൻകിട സ്റ്റേറ്റുകൾ കിടന്നപ്പോഴാണ് താരതമ്യേന ചെറിയ സ്റ്റേറ്റായിട്ടുള്ള ബീഹാറിൽ നിന്ന് ഒരു പ്രസിഡന്റ് വരുന്നു എന്നുള്ളതും ഇന്ത്യൻ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കേണ്ടതും അത് വേറൊരു സൂചനയാണ് ഇന്ത്യയിൽ നൽകുന്നത്. ഇനിയിപ്പോൾ ബീഹാർ രാഷ്ട്രീയം ഇതിനനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. നിതീഷ് കുമാറിൻ്റെ കാലം കഴിഞ്ഞാൽ BJP അവിടെ പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ആ ശ്രമത്തിന് ഒരുപക്ഷെ മുന്നിൽ നിൽക്കുന്നത് ഈ നിതിൻ നബിൻ ആയിരിക്കുമെന്നുള്ളതാണ് ബീഹാർ നൽകുന്ന പുതിയ രാഷ്ട്രീയ സൂചന.